Hi students, it's me, Srirag, your B.S teacher. Welcome back to my online B.S class. Today we are continue our 6th chapter. Okay, our next topic in the chapter is Fulcrum, Effort and Resistance. Okay, so let's start. See the picture of a man lifting a big piece of rock with the help of a crowbar. So ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഒരു പേഴ്സൺ ഒരു പാരക്കോൽ യൂസ് ചെയ്തിട്ട് ഒരു പാറക്കഷ്ണം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. സോ ക്രോബാർ എന്ന് വെച്ചാൽ പാരക്കോലാണ്. ഓക്കെ, സോ പാരക്കോൽ യൂസ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ ഈ പാറക്കഷ്ണം ഉയർത്താൻ ശ്രമിക്കുന്നത് അല്ലേ. സോ ഇവിടെ ഈ ക്രോബാർ ഒരു ലിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇസിൻറ്റ് ഇറ്റ്? സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് ലിവർ, ഇസിൻറ്റ് ഇറ്റ്? It is because the crowbar turns about the small stone kept below it that the big stone gets lifted. The point about which a lever turns is called the fulcrum. സോ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രോബാറിൻ്റെ ഒരു എൻഡിൽ അതിന് താഴെയായിട്ട് ഒരു സ്മോൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ക്രോബാറിൻ്റെ അതർ എൻഡിൽ ആ പേഴ്സൺ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുമ്പോഴാണ് ഈ ബിഗ് റോക്ക് പീസ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. സോ ഹിയർ ഈ ബിഗ് റോക്ക് പീസ് ലിഫ്റ്റ് ചെയ്യാൻ ഈ ക്രോബാറിൻ്റെ ഒരു എൻഡിൽ ഈ പേഴ്സൺ ഒരു സ്മോൾ ഫോഴ്സ് എക്സെർട്ട് ചെയ്താൽ മതി അല്ലേ. സോ ഈ ക്രോബാറിൻ്റെ ഒരു എൻഡിൽ ഈ പേഴ്സൺ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അതർ എൻഡ് എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത്? ആ ക്രോബാറിൻ്റെ ഒരു എൻഡിൽ അതിന് താഴെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ സ്റ്റോണിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്രോബാർ ടേൺ ചെയ്യുന്നത് അല്ലേ. സോ ദ പോയിന്റ് about which a lever turns is called the fulcrum. So what is fulcrum? ഒരു ലിവർ ഒരു പോയിന്റിനെ എബൌട്ട് ചെയ്തുകൊണ്ട് ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫുൾക്രം. ഓക്കെ, വെർ ഡു വി അപ്ലൈ ഫോഴ്സ്? സോ ഇവിടെ നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? അറ്റ് ദി വൺ എൻഡ് ഓഫ് ദി ക്രോബാർ, ഇസിൻറ്റ് ഇറ്റ്? ദെൻ വെർ ഡിഡ് വി പ്ലേസ് ദ വെയിറ്റ് ടു ബി ലിഫ്റ്റഡ് ബൈ ഫോഴ്സ്? സോ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഫോഴ്സ് കൊടുക്കുന്ന എൻഡിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ അല്ലേ. ആ ക്രോബാറിൻ്റെ അതർ എൻഡിലാണ് ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ലേ. സോ ദ ആൻസർ ഈസ് അറ്റ് ദി അതർ എൻഡ് ഓഫ് ദി ക്രോബാർ, ഇസിൻറ്റ് ഇറ്റ്? ദെൻ ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് കാൾഡ് എഫേർട്ട്. സോ ഇങ്ങനെ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഒരു ലിവറിൻ്റെ ഒരു എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫേർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ the resistive force that is overcome by the effort is called resistance. എഫേർട്ട് വഴി നമ്മൾ ഓവർകം ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സാധാരണഗതിയിൽ ഒരു ബിഗ് റോക്ക് പീസ് നമുക്ക് നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇങ്ങനെ ക്രോബാറും അതുപോലെ തന്നെ ലിവറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അത് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെ ക്രോബാർ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിവർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ലിവറിൻ്റെ ഒരു എൻഡിൽ ഒരു സ്മോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തന്നെ ആ വെയിറ്റിന് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ എഫേർട്ട് വഴി ഓവർകം ചെയ്യുന്ന ഈ റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ഒക്കേഴ്സ് അറ്റ് ദ പൊസിഷൻ വേർ ദ വെയിറ്റ് ഓഫ് ദ ബിഗ് സ്റ്റോൺ ഈസ് എക്സ്പീരിയൻസ്ഡ്. സോ റെസിസ്റ്റൻസ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? അറ്റ് ദ പൊസിഷൻ വേർ ദ വെയിറ്റ് ഓഫ് ദ ബിഗ് സ്റ്റോൺ ഈസ് എക്സ്പീരിയൻസ്ഡ്. ആ ബിഗ് സ്റ്റോണിന്റെ വെയിറ്റ് എവിടെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ പൊസിഷനിലാണ് റെസിസ്റ്റൻസ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, നൗ ഒബ്സർവ് എ പെയർ ഓഫ് സിസേഴ്സ്. ആർ ഇൻ ദർ ടു റിജിഡ് മെറ്റൽ പീസസ് ടേണിംഗ് അബൌട്ട് ദ ഫുൾക്രം? സോ ഒരു കത്രിക എടുത്താൽ ആ കത്രികയ്ക്ക് രണ്ട് റിജിഡ് മെറ്റൽ പീസസ് ഉണ്ട് അല്ലേ. സോ ആ രണ്ട് റിജിഡ് മെറ്റൽ പീസസും എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത്? ഒരു കോമൺ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ടേൺ ചെയ്യുന്നത് അല്ലേ. സോ അതിനെ നമ്മൾ എന്താ വിളിച്ചത്? ഫുൾക്രം, ഇസിൻറ്റ് ഇറ്റ്? മെനി ഓഫ് ദ ലിവേഴ്സ് വി യൂസ് ഹാവ് മോർ ദാൻ വൺ റിജിഡ് റോഡ് ഓർ മെറ്റൽ പീസ്. ഈസ് ദ ഫുൾക്രം ഓഫ് ആൾ ലിവേഴ്സ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? നോട്ട് ആൾവേസ്. ഇൻ സം ലിവേഴ്സ് എഫേർട്ട് കംസ് ഇൻ ദ മിഡിൽ വൈൽ ഇൻ അതേഴ്സ് ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. സോ എല്ലാ ലിവേഴ്സിലും റെസിസ്റ്റൻസിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലായിരിക്കുമോ ഫുൾക്രം സിറ്റുവേറ്റ് ചെയ്യുന്നത്? നോ, എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില ലിവറുകളിൽ എഫേർട്ട് മിഡിലിൽ വരാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മിഡിലിൽ വരാം. ഓക്കെ, സോ ഓരോ സിമ്പിൾ മെഷീൻ്റെയും സ്ട്രക്ചർ അനുസരിച്ചിരിക്കും അതിൻ്റെ എഫേർട്ടിൻ്റെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ ഫുൾക്രത്തിൻ്റെയും പൊസിഷൻസ്. ഓക്കെ,
So mark the fulcrum, resistance and effort in the figures of lever given below. സോ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 78 ഒരുപാട് സിമ്പിൾ മെഷീൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സ്റ്റഡി ചെയ്ത സിമ്പിൾ മെഷീൻസ് തന്നെയാണ് ഇത് അല്ലേ. സോ ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാപ്ലർ, സെക്കൻഡ് വൺ ഈസ് ഫോർസെപ്സ്, തേർഡ് വൺ ഈസ് കട്ടിംഗ് പ്ലെയർ, ഫോർത്ത് വൺ ഈസ് സീസേഴ്സ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് നട്ട് ക്രാക്കർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലെമൺ സ്ക്യൂസർ. സോ ഈ 6 സിമ്പിൾ മെഷീൻസിലും മോർ ദാൻ 1 റിജിഡ് റോഡ് ഉണ്ട് ഓർ മെറ്റൽ പീസ് ഉണ്ട്, ഇസിൻറ്റ് ഇറ്റ്. സോ ഇതൊക്കെ ഒരു ലിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഓരോ സിമ്പിൾ മെഷീനിലും ഫുൾക്രം, റെസിസ്റ്റൻസ് ആൻഡ് എഫേർട്ട് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ഫുൾക്രം? ഇറ്റ് ഈസ് ദ പോയിന്റ് അബൌട്ട് വിച്ച് എ ലിവർ ടേൺസ് ഇസ് കാൾഡ് ഫുൾക്രം, ഇസിൻറ്റ് ഇറ്റ്. സോ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലിവർ അല്ലെങ്കിൽ മോർ ദാൻ 1 ലിവർ ടേൺ ചെയ്യുന്നതിനെയാണ് ഫുൾക്രം എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ സ്റ്റാപ്ലെയറിൽ ഫുൾക്രം എവിടെയാണ് വരുന്നത്? സ്റ്റാപ്ലെയറിൻ്റെ ആ എൻഡിൽ അല്ലേ. ആ എൻഡ് പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാപ്ലെയറിൻ്റെ 2 ലിവറും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇസിൻറ്റ് ഇറ്റ്. ദെൻ നമ്മൾ എവിടെയാണ് സ്റ്റാപ്ലെയറിൽ എഫേർട്ട് കൊടുക്കുന്നത്? സ്റ്റാപ്ലെയറിൻ്റെ മിഡിലിൽ, ഇസിൻറ്റ് ഇറ്റ്. ദെൻ നമുക്ക് എവിടെയാണ് റെസിസ്റ്റൻസ് കിട്ടുന്നത്? അതിൻ്റെ എൻഡിൽ അല്ലേ. സ്റ്റാപ്ലെയറിൻ്റെ എൻഡ് പൊസിഷനാണ് നമ്മൾ ബുക്കിൻ്റെ ചട്ടയുടെ ഇടയിലേക്ക് വെക്കുന്നത് അല്ലേ. സോ സ്റ്റാപ്ലെയറിൻ്റെ എൻഡിലാണ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നത്, ഇസിൻറ്റ് ഇറ്റ്. സോ ഏതൊരു സിമ്പിൾ മെഷീനിലും അതിൻ്റെ എൻഡിലായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. സോ ആ റിസൾട്ട് കിട്ടുന്ന ഭാഗമാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെസിസ്റ്റൻസ് എപ്പോഴും എൻഡ് സൈഡിൽ ആവണമെന്നില്ല. ഓക്കെ, അത് മിഡിലും വരാം. ഓക്കെ, സോ ഇങ്ങനെ ബാക്കി 5 ലിവേഴ്സിൻ്റെയും ഫുൾക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട് ഇത് എവിടെയാണ് കിട്ടുന്നത് എന്ന് നിങ്ങളെല്ലാവരും ഈ പിക്ചർ വരച്ചിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ സിമ്പിൾ മെഷീൻസിൽ നമ്മൾ എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും എഫേർട്ട്. ദെൻ എവിടെയാണോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ആ ഭാഗമായിരിക്കും റെസിസ്റ്റൻസ്. ദെൻ ഏത് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ആ ലിവർ മൂവ് ചെയ്യുന്നത് ആ ഭാഗമായിരിക്കും അതിൻ്റെ ഫുൾക്രം. ഓക്കെ, സോ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദ സ്പൂൺ ആസ് എ ലിവർ. സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്പൂൺ ഉണ്ടായിരിക്കും, ഇസിൻറ്റ് ഇറ്റ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്പൂണ് പലപ്പോഴും ഒരു ലിവറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പൂണ് യൂസ് ചെയ്തിട്ട് ഒരു ടിന്നിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പിക്ചറാണിത്. സോ ഇവിടെ സ്പൂൺ ഒരു ലിവറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. Where on the spoon should you hold in order to open the lid of a tin easily? സോ ഒരു ടിന്നിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ സ്പൂണിൻ്റെ ഒരു എൻഡ് അതിൻ്റെ ലിഡിലേക്ക് വെക്കുക. ദെൻ സ്പൂണിൻ്റെ ലിവറിൽ നമ്മൾ ഫോഴ്സ് എക്സെർട്ട് ചെയ്യണം. സോ സ്പൂണിൻ്റെ ഏത് ഭാഗത്ത് ഫോഴ്സ് എക്സെർട്ട് ചെയ്താലാണ് ആ ലിഡ് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക? സോ ഇവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് പിക്ചറിൽ ടിന്നിൻ്റെ ലെഡിൽ വെച്ചിട്ടുള്ള സ്പൂണിൻ്റെ സെയിം എൻഡിൽ തന്നെയാണ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പിക്ചറിൽ സ്പൂണിൻ്റെ എൻഡിന് കുറച്ച് മുകളിലായിട്ടാണ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്പൂണിൻ്റെ മിഡിൽ പോർഷനിൽ, ഇസിൻറ്റ് ഇറ്റ്. ദെൻ തേർഡ് പിക്ചറിൽ സ്പൂണിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലാണ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത് അല്ലേ. ടിന്നിൻ്റെ ലിഡിൽ വെച്ചിട്ടുള്ള സ്പൂണിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലാണ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത്, ഇസിൻറ്റ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം അല്ലേ. സോ ഇതിൽ ഏത് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോഴ്സ് എക്സെർട്ട് ചെയ്താലാണ് പെട്ടെന്ന് നമുക്ക് ടിന്നിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക? റൈറ്റ് ഡൗൺ യുവർ ഗെസ് ഇൻ ദ സയൻസ് ഡയറി. ഫൈൻഡ് ഔട്ട് വെദർ യുവർ ഗെസ് ഈസ് കറക്റ്റ് ത്രൂ ആൻ എക്സ്പെരിമെൻറ്റ്. സോ ഇതിൽ ഏത് പിക്ചറാണ് കറക്റ്റ്? ഫസ്റ്റ് പിക്ചറാണ് കറക്റ്റ്, ഇസിൻറ്റ് ഇറ്റ്. ഇൻ ഓർഡർ ടു ഓപ്പൺ ദ ലിഡ് ഓഫ് എ ടിൻ ഈസിലി ഹോൾഡ് ദ സ്പൂൺ നിയർ ദ ലിഡ്. ദാറ്റ് ഈസ് ടിന്നിൻ്റെ ലിഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോഴാണ് ഈസി ആയിട്ട് നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ സെക്കൻഡ് പിക്ചറിലും തേർഡ് പിക്ചറിലും കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, ദാറ്റ് ഈസ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് സ്പൂണിൻ്റെ മിഡിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എൻഡിലുമായാൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും, ഇസിൻറ്റ് ഇറ്റ്. സോ വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദ എഫേർട്ട് ഇൻ സിമ്പിൾ മെഷീൻസ്. സോ സിമ്പിൾ മെഷീൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫേർട്ടിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ വർക്ക് ചെയ്യാൻ സാധിക്കും, ഇസിൻറ്റ് ഇറ്റ്. ദെൻ എ സ്പൂൺ ഈസ് ഓൺലി എ കിച്ചൺ ടൂൾ ബട്ട് ഇറ്റ് ആക്ട് ആസ് എ ലിവർ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ ലിഡ് ഓഫ് എ ടിൻ.
ഇസ്ന്റ് ഇറ്റ്? സോ സ്പൂൺ എന്ന് പറയുന്നത് കിച്ചൺ ടൂളാണ്. എന്നാൽ പലപ്പോഴും അത് ടിന്നിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇസ്ന്റ് ഇറ്റ്? വി യൂസ് സെവറൽ ഒബ്ജക്ട്സ് ആസ് ലിവേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതുപോലെ വേറെ ഒരുപാട് ഒബ്ജക്ട്സും നമ്മൾ ലിവറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സിമ്പിൾ മെഷീൻ ടു ഡ്രോ വാട്ടർ ടു. ദാറ്റ് ഈസ് വെള്ളം കോരാനും സിമ്പിൾ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ പേജ് നമ്പർ 79 രണ്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് പിക്ചറിൽ ഒരു ലേഡി പുള്ളി യൂസ് ചെയ്തിട്ടാണ് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ സെക്കൻഡ് പിക്ചറിൽ എങ്ങനെയാണ് ആ ലേഡി വാട്ടർ ഡ്രോ ചെയ്യുന്നത്? ജസ്റ്റ് ആ റോപ്പ് മുകളിലോട്ട് വലിച്ചുകൊണ്ടാണ് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ ദർ ഈസ് നോ പുള്ളി. ഇസ്ന്റ് ഇറ്റ്? സോ അവിടെ പുള്ളി യൂസ് ചെയ്യുന്നില്ല. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വിച്ച് മെത്തേഡ് ഓഫ് ഡ്രോയിങ് വാട്ടർ ഈസ് ഈസിയർ? സോ ഇതിൽ ഏത് മെത്തേഡാണ് വാട്ടർ ഡ്രോ ചെയ്യാൻ ഈസിയർ? സോ വി ഓൾ നോ ദാറ്റ് ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഈസിയർ. ഇസ്ന്റ് ഇറ്റ്? ഹൗ ഡസ് ദ പുള്ളി മേക്ക് ദ വർക്ക് ഈസിയർ? സോ പുള്ളി യൂസ് ചെയ്ത് വാട്ടർ ഡ്രോ ചെയ്യുമ്പോൾ ആ വർക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് മാറുന്നത്? ഡിസ്കസ് യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. സോ താഴെയുള്ള ഹിൻസ് യൂസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Where do we apply force to lift the bucket in both cases? So in both cases we apply force on the rope. Isn't it? സോ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് വാട്ടർ ഡ്രോ ചെയ്യുമ്പോഴും റോപ്പിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. Isn't it? Is the force applied in the same direction in both cases? സോ ഈ രണ്ട് കേസിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ സെയിം ആണോ? നോ. ഇഫ് വി ലിഫ്റ്റ് ദ ബക്കറ്റ് യൂസിങ് എ പുള്ളി we apply force in the downward direction, but without pulley the force applied in the upward direction. Isn't it? സോ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ റോപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? താഴേക്കാണ് അല്ലേ? ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കാണ്. ദെൻ സെക്കൻഡ് മെത്തേഡിലോ അപ്വാർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഹൗ ഡസ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഹെൽപ്പ് അസ് ടു മേക്ക് ദ വർക്ക് ഈസി? സോ ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ ഈ രണ്ട് മെത്തേഡിലും നമ്മൾ റോപ്പിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, എന്നാൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ എങ്ങനെയാണ് ആ വർക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടും ചേഞ്ച് ചെയ്യുന്നത്? സോ ഇവിടെ പുള്ളി യൂസ് ചെയ്യുമ്പോൾ ആ പുള്ളി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? സോ ആ പുള്ളിയിലൂടെയാണ് ആ റോപ്പ് മൂവ് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? എന്നാൽ സെക്കൻഡ് മെത്തേഡിലോ അവിടെ പുള്ളി യൂസ് ചെയ്യുന്നില്ല അല്ലേ? ജസ്റ്റ് റോപ്പ് നമ്മൾ മുകളിലോട്ട് വലിക്കുകയാണ് അല്ലേ? സോ കംപ്ലീറ്റ് ഫോഴ്സും നമ്മൾ തന്നെ എക്സേർട്ട് ചെയ്യണം. സോ ആ വാട്ടറിൻ്റെ കംപ്ലീറ്റ് വെയിറ്റും നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. എന്നാൽ പുള്ളി യൂസ് ചെയ്യുമ്പോൾ ആ വാട്ടറിൻ്റെ വെയിറ്റ് കുറച്ച് പുള്ളിയിലേക്ക് വരും അല്ലേ? സോ ആ വാട്ടർ മുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? സോ ദ ആൻസർ ഈസ് ദാറ്റ് when a fixed pulley is used, there is no gain in the force to be applied, but it facilitates the work by changing the direction of the force applied. It is always easier to apply the effort to lift a load in the downward direction rather than in the upward direction. Okay, so എല്ലാവരും ഈ ആൻസർ കറക്റ്റായിട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, then enlist in your science diary the various situations in which work is made easier with the help of a pulley. സോ പുള്ളി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. Isn't it? സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വി ഹാവ് ഫെമിലറൈസ്ഡ് ourselves with simple machines like lever and pulley. We make use of many such simple machines in our daily life. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ആ സിമ്പിൾ മെഷീൻസിനെ കുറിച്ചെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. എങ്ങനെയാണ് ആ സിമ്പിൾ മെഷീൻസ് വർക്ക് ചെയ്യുന്നത് എന്നും നമ്മൾ പഠിച്ചു. Isn't it? സോ ഈ സിമ്പിൾ മെഷീൻസ് നമ്മളുടെ വർക്കിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ വർക്ക് ഈസിയാക്കി തരുന്നു അല്ലേ? ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട വർക്കെല്ലാം വെരി സ്മോൾ ഫോഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? സോ സിമ്പിൾ മെഷീൻസ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരുപാട് വർക്കുകൾ ഈസിയാക്കി തരുന്നുണ്ട്. Isn't it? സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വീൽ ആൻഡ് ആക്സിൽ. സോ ദിസ് ടോപ്പിക് വിൽ ടേക്ക് ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഈ ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
So today we are winding our class. On the next class we will continue our chapter. Okay. So ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇതുവരെ എടുത്ത ഭാഗത്തെ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. Okay. So see you on the next class. Thank you.